ഹലോ! എല്ലാവരും 'മാരി മൈ ഹസ്ബൻഡിന്റെ' അടുത്ത എപ്പിസോഡിന് കാത്തിരിക്കുവാണോ? മുന്നത്തെ എപ്പിസോഡ്സ് എല്ലാരും കാണണേ. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മിന്നാണെങ്കി അവന്റെ കോട്ടൊക്കെ സുമിന് ഇടാനായിട്ട് ഈ സമയത്ത് കാണിക്കുവാണെങ്കില്, ജിയൂൺ ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകാതെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഒരു കായൽ പ്രദേശത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ജയവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് വീടിന്റെ ഫ്രണ്ട് വെച്ച് അവള് കണ്ടതല്ലേ. ഈ സമയം ജയ ആണെങ്കി ജിയോനോടത്തെല്ലാം അഡ്വൈസ് കൊടുക്കുവാണ്. "നീ ഭയങ്കര നൈസ് പേഴ്സൺ ആണ്. എല്ലാരോടും നീ നൈസായിട്ടാണ് ഇടപെടുന്നത്. ആ ഷെയർ ഹോൾഡറിന്റെ അടുത്തുള്ള പെരുമാറ്റം തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന്." ജിയൂൺ അവളുടെ വീട്ടില് ദെൻ കുറെ കഴിഞ്ഞ് എത്തിയ സമയത്തിന് യുവിനെ അവളുടെ വീടിന്റെ ഡെസ്കിന്റെ മണ്ടയ്ക്ക് ഒരു പുതിയൊരു പ്ലാൻ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് അവളുടെ റൂം എങ്ങനെ അലങ്കരിക്കണം, ഒരു ഇന്റീരിയർ ഡിസൈൻ ആക്കണം, റൂം എങ്ങനെ ഭയങ്കര കോസി ഒരു എസ്തെറ്റിക് ഫീലിംഗിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പടങ്ങളൊക്കെ വരച്ച് കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് ജിയൂണ് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അവൾക്ക് പുതിയൊരു വീട് മേടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നോക്കുമ്പോ മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് "നീ എന്തിനാണ് നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്? അവള് പാവമല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേന്നൊക്കെ" ചോദിക്കുമ്പോ നമ്മുടെ ജിയൂണിനും വേണ്ടത് അത് തന്നെയാണ്. അവളിപ്പം ഡ്രങ്ക് ചെയ്തിരിക്കുകയല്ലേ, നീ അവളെ വീട്ടിക്കുവല്ലോ. ഇവളുടെ ഡെസ്റ്റിനി അവൾക്ക് മാറ്റാം എന്നുള്ളതാണ് ജിയൂണിന്റെ പ്ലാൻ. ദെൻ ഇത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തിനാണ് നമ്മുടെ ഷെഫ് പയ്യൻ ജിയൂണിനെ കോൾ ചെയ്യുന്നത്. സോ അവന്റെ കോള് കണ്ടിട്ട് ഭയങ്കര ഒരു നാണമൊക്കെ വന്നിട്ട് അത് മറച്ചു പിടിച്ചിട്ട് അവന്റെ കോൾ അവൾ അറ്റൻഡ് ചെയ്യുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "നീ പെട്ടെന്ന് പോയില്ലേ? അതുകൊണ്ട് നിന്നെ ഒന്ന് വിളിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വിളിച്ചയാന്നൊക്കെ" ഷെഫ് പയ്യൻ ജിയൂണിനോട് പറയുന്നുണ്ട്. അപ്പം ജിയൂൺ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ എന്നെ കാണണോന്ന് ആഗ്രഹം വന്നേ? പണ്ട് നീ എന്നോട് പറഞ്ഞ് എനിക്ക് നിന്നെ കാണേ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയിരുന്നതെന്ന്" പറയുന്നു. അപ്പം ഷെഫ് പയ്യൻ പറയുന്നുണ്ട്, "അതെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ നിന്റെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞൊരു ലെറ്റർ തന്നപ്പം നീയല്ലേ എനിക്ക് ലെറ്റർ തിരിച്ചയച്ചു തന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്റെ കൺമുന്നിൽ പോലും കാണണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്." അപ്പം ജിയോൺ ചോദിക്കുന്നത്, "ഞാൻ ലെറ്റർ തന്നെന്നോ? നീ എനിക്ക് ലെറ്റർ തന്ന പോലും ഞാൻ അറിഞ്ഞില്ലല്ലോന്ന്" അവള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ജിയോൺ രീതിയില് സംസാരിച്ചു. പിന്നെ ഇവര് തമ്മി ഒരു നല്ല ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയില് അതൊരു പഴയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലവേഴ്സ് പിന്നീട് കണ്ടുമുട്ടുമ്പോ എന്തൊക്കെ സംസാരിക്കോ അതുപോലൊക്കെ തന്നെ. ദെൻ പിറ്റേ ദിവസാണ് കാണിക്കുന്നത്. നമ്മുടെ ജിയൂൺ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുവാണേ. അപ്പൊ അവള് ഈ ഒരു പുതിയ ഗെറ്റപ്പില് ആ ഓഫീസിലുള്ളവരൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈ ഒരു പുതിയ ഗെറ്റപ്പില്. അങ്ങനെ അത് കണ്ടിട്ട് മിന്നനാണെങ്കിൽ അവളങ്ങ് കടിച്ച് തിന്നാൻ തോന്നുന്ന പോലെ അങ്ങ് വന്നിട്ട് നിന്നത് പറയുവാണ്, "എന്റെ ഗേൾഫ്രണ്ട് ഇത്ര സുന്ദരിയാണോ?" ഇത് കണ്ടോണ്ട് വരുന്ന ജയ്ക്കാണെങ്കിൽ അവന്റെ സ്ഥലകാല ബോധം അങ്ങ് നഷ്ടപ്പെട്ട് അവിടെ ഉള്ള ഒരാളെയൊക്കെ ഇടിച്ചിട്ട്, എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ ഫുഡ് പാക്കറ്റ്സ് ഒക്കെ താഴെ വീണ്, അങ്ങനെയൊക്കെ ആകെ ഒരു ബഹളമായിട്ടിരിക്കുന്ന സമയത്ത് ആഹ് പിന്നെ ജയ ആണെങ്കി പറയുവാണ്, ഒരു ഓക്വേർഡ് മൂവ്‌മെന്റ് ഉണ്ടായി എന്ന് കണ്ടപ്പോ ജിയോണിന്റെടുത്ത് പറയുവാണ്, "ഞാന് ലെൻസ് മാറ്റി. നീ ഇന്നലെ പറഞ്ഞ പോലെ. അപ്പൊ നിന്നെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല" എന്നുള്ള രീതിയില് ഒക്കെ പറഞ്ഞു. അപ്പം ആണോ? ശരി. നിങ്ങള് ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങളാ ലെൻസ് മാറ്റിയെന്നൊക്കെയുള്ള രീതിയില് ജിയോണും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോണ്ട് നിക്കാണേ, "നിങ്ങള് തമ്മിൽ ഇന്നലെ കണ്ടെന്നോ? അറിഞ്ഞില്ലല്ലോ ഞാൻ" എന്നുള്ള രീതിയിൽ അവൻ നിക്കയാണ്. ആഹ് ദെൻ മിന്നാണെങ്കി നമ്മുടെ ജിയൂണിനെ വിളിച്ചോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. "നിങ്ങൾ ഇന്നലെ തമ്മില് കണ്ടിരുന്നോ?" എന്നൊക്കെ ഉള്ള രീതിയില്. ല്ലല്ലോ എന്നുള്ള രീതിയില് വെച്ചാ അവനൊരു മനസ്സിലൊരു ഡൗട്ടുണ്ട്. ഇവര് തമ്മിൽ ഇനി വല്ല ഇഷ്ടമോ, സ്നേഹമോ വല്ലോം ഉണ്ടോ? സൈഡിൽ കൂടെ നടക്കുന്നുണ്ടോ? അപ്പൊ അവള് പറയുന്നുണ്ട്, "ഏയ് അതൊന്നും ഇല്ല. ഇന്നലെ ഒരു സോറി ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വെച്ച് ഞങ്ങള് തമ്മിൽ കണ്ടപ്പം പറഞ്ഞതാണെന്നൊക്കെ" പറഞ്ഞ്. "ഓ അത്രേ ഉള്ളൂന്ന്" പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കിന് ആ ഒരു രംഗം അങ്ങ് കൊളവാക്കാൻ വേണ്ടി അവന്റെ പാന്റിലോട്ട് തന്നെ സ്ഥലത്ത് നോക്കി അവളാ ജ്യൂസ് അങ്ങ് ഒഴിച്ചു വിടും.
പിന്നെ അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്ത് വരുമ്പോ എന്താണെടാ സുമിൻ വന്ന് പറയുന്നു, നീ എന്നെ ഒഴിവാക്കുന്നതിന്റെ കാരണം ഇന്നലെ ആ ഗെറ്റ് ടുഗദറിൽ വെച്ച് നീ കേട്ട കാര്യങ്ങളാണോ? സോറി, അന്ന് എനിക്ക് അറിവില്ലായ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെയ്തതൊക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവള് സംസാരിക്കും. ഫ്രണ്ട്സ് ഫോർ ലിസണിങ് മീ, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.